കേരളത്തിലെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായിട്ട് നടക്കുന്ന കുടുംബശ്രീ 25 വർഷമായിട്ട് അഭിമാനകരമായിട്ട് മുമ്പോട്ട് പോവുകയാണ് സർ. ഈ ബഡ്ജറ്റിലും കുടുംബശ്രീ വിഹിതമായിട്ട് 915 കോടി രൂപയും തൊഴിലവസര സൃഷ്ടിക്കായി 430 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കുടുംബശ്രീ രംഗത്തെ വൈവിധ്യവൽക്കരിക്കുന്നതിന് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുമായി എന്തെല്ലാം പദ്ധതികളാണ് സർ ആവിഷ്കരിച്ചുള്ളത്? സർ, ഫെബ്രുവരി 5-ാം തീയതിയിലെ ബജറ്റിൽ കുടുംബശ്രീയുടെ ഒരു പുതിയ പദ്ധതി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. K-Lift കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. 3 ലക്ഷം വനിതകൾക്ക് ഈ പദ്ധതിയിലൂടെ സുസ്ഥിര വരുമാനം അടുത്തൊരു വർഷത്തിനകം ലക്ഷ്യമിടുക എന്നതാണ് K-Liftന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം. സർ, ഫെബ്രുവരി 5-ാം തീയതി പ്രഖ്യാപിച്ച പദ്ധതി ഫെബ്രുവരി 6-ാം തീയതി ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സർ, 1070 CDCകൾക്ക് കീഴിലായി 3,16,860 അയൽക്കൂട്ടങ്ങളാണ് നിലവിലുള്ളത്. ഈ അയൽക്കൂട്ടങ്ങളെ ആകെ ചേർത്ത് ഇവയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നതാണ് K-Lift. സർ, അതിന് പുറമെ വൈവിധ്യമാർന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ കുടുംബശ്രീ ഈ കാലയളവിൽ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ സർ, ഇപ്പോൾ അടുത്ത ദിവസം ആരംഭിച്ചതാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള വെജിറ്റബിൾ കിയോസ്കുകൾ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 100 നാച്ചുറൽസ് ഫ്രഷ് വെജിറ്റബിൾ കിയോസ്കുകളാണ് ആദ്യഘട്ടത്തിൽ കേരളത്തിൽ ആരംഭിക്കുന്നത്. 81,034 കൂട്ടുകൃഷി യൂണിറ്റുകളിലായി 3,78,138 വനിതാ കർഷകർ കേരളത്തിൽ വിവിധ ഇനം പഴം, പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്തു വരുന്നു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 12,819 ഹെക്ടർ സ്ഥലത്താണ് സർ ഈ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ കൂടി സഹായിക്കുന്നതാണ്. ഒപ്പം ജനങ്ങൾക്ക് വിഷരഹിതമായ പച്ചക്കറി, പഴം എന്നിവ ലഭ്യമാക്കാൻ സഹായിക്കുന്നതാണ് നേച്ചേഴ്സ് ഫ്രഷ് ഔട്ട്ലെറ്റുകൾ. അത് ആരംഭിച്ചു കഴിഞ്ഞു. സർ, അതിന് പുറമെയാണ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിംഗ് നടപ്പാക്കിയിട്ടുള്ളത്. കറി പൗഡർ മേഖലയിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഏകീകൃതമായ ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ട് കുടുംബശ്രീ എന്ന പേരിൽ തന്നെ ബ്രാൻഡ് ചെയ്ത് പുറത്തിറക്കുന്നു. ആദ്യം കണ്ണൂർ ജില്ലയിലാണ്, ഇപ്പോൾ മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലേക്ക് അത് വ്യാപിപ്പിക്കുകയുണ്ടായി. സർ, ഈ ഉൽപ്പന്നങ്ങൾ, കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ ONDCയിലും ലഭ്യമാണ് എന്ന കാര്യം കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 74,124 പേർക്ക് നൈപുണ്യ പരിശീലനം നടത്തിയതിൽ 52,880 പേർക്ക് പ്ലേസ്മെന്റ് കിട്ടിയെന്ന കാര്യവും സന്തോഷത്തോടെ അറിയിക്കുകയാണ്.